തിരുവാതിര നക്ഷത്രക്കാര് പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും. രാഹു നക്ഷത്രാധിപനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്സാഹം പ്രകടമായി കാണുന്നത്. ഇവര് സാധാരണയായി കൃശശരീരികളായിരിക്കും. സാമാന്യം പൊക്കവും ഉണ്ടായിരിക്കും. വ്യാഴന്റെ ദൃഷ്ടിയുള്ളവര് ചിലപ്പോൾ തടിച്ച ശരീരക്കാരായിരിക്കും. എന്നാലും അമിതമായി തടിക്കാറില്ല. ഇവരുടെ മുഖത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും. ഇവരുടെ രാശ്യാധിപന് ബുധന് ആയതുകൊണ്ട് ഇവര് സാമാന്യം ബുദ്ധിമാന്മാരായിരിക്കും. പല വിഷയങ്ങളിലും വിജ്ഞാനം നേടുവാന് ഇവർക്ക് കഴിയും. അത് വളരെ വേഗത്തിൽ തന്നെ നേടുകയും ചെയ്യും. ഇവര് ആദർശനിഷ്ഠന്മാരാണ്. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിലെ വലിയ പൊരുത്തക്കേടുകൾ അനുഭവപ്പെടും. സ്വന്തം ആദർശവും ആശയവും പൊരുത്തപ്പെടാത്തപ്പോൾ പൊട്ടിത്തെറിക്കും. പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതക്കാരാണ്. കോപം വന്നാല് ഇടം വലം നോക്കാതെയും ഭവിഷ്യത്തിനെപ്പറ്റി ചിന്തിക്കാതെയും പ്രവർത്തിച്ചു കളയും. ഇവര് പൊതുവെ സഹൃദയന്മാരാണ്. വാക്കിന്റെ കാരകനായ ബുധന് രാശ്യാധിപതിയായതുകൊണ്ട് യുക്തിയുക്തമായും ഫലിത രസത്തോടുകൂടിയും സംസാരിക്കും. ആളുകളുമായി ഇടകലർന്നു ജീവിക്കുന്നതാണ് ഇവർക്കിഷ്ടം. ഏകാന്തത ഇവർക്കിഷ്ടപ്പെടാറേയില്ല. ഇവരോട് ഇടപഴകുന്നതില് എല്ലാവരും ഇഷ്ടപ്പെടും. അതിനു കാരണം പരിചയപ്പെടുന്നവർക്ക് വേണ്ടി ഇവരെ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തെപ്പോലും ഇവരെ വലിയ അഭിമാനക്ഷതമായിട്ടു കാണും. കോപം വരുക സാധാരണമാണെങ്കിലും ഇവര് അത് വേഗം മറക്കും. ചിലരില് ദുരഭിമാനം മുന്നിട്ടു നിൽക്കും. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇത് ചിലപ്പോൾ സ്ഥായിയായി തന്നെ നിലനിൽക്കും. സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഇവരെ ഭംഗിയായും കൃത്യമായും പൂർത്തിയാക്കും. ഇവരുടെ കഴിവനുസരിച്ചുള്ള പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നില്ല. അഭിവൃദ്ധിയും താരതമ്യേന കുറവായിരിക്കും. സരസമായി സംസാരിക്കുന്ന ഇവര് നല്ല സംഭാഷണപ്രിയന്മാരായിരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചെയ്യും. പഠിത്തത്തിലായാലും തൊഴിലായാലും ഇവര് ഒരിടത്തുതന്നെ പറ്റിപിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ജോലിസ്ഥലങ്ങള് മാറി മാറിക്കൊണ്ടിരിക്കും. താമസിക്കുന്ന വീടും മാറി മാറിക്കൊണ്ടിരിക്കും. അതുകാരണം ഒരു സ്ഥലത്തില് തന്നെയോ ഒരു വിഷയത്തില് തന്നെയോ അള്ളിപിടിച്ചിരിക്കുന്ന സ്വഭാവം ഇവരില് കാണുന്നില്ല. ഇവരുടെ ജാതകത്തിലെ ശനി ബലവാനാണെങ്കില് രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും. ശുക്രന് ബലവാനാണെങ്കില് സംഗീത സാഹിത്യാദി കൃതികളില് പ്രത്യേക സാമർത്ഥ്യം നേടും. ജീവിതത്തില് ഇവർക്ക് നല്ല അനുഭവങ്ങള് തുടർച്ചയായി ലഭിക്കുന്നില്ല. ശനി ഭാഗ്യകാരനാണെങ്കിലും അഷ്ടമാധിപന് കൂടിയായതാണ് ഇതിനു കാരണം. ശനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ഇവര് സാധാരണയായി ദീർഘായുസ്സുക്കള് ആയിരിക്കും. മറ്റുള്ളവരുടെ കീഴില് ജോലി ചെയ്യാന് പോകാതെ തനിക്കു പ്രയോജനം ലഭിക്കത്തക്ക പ്രവർത്തനങ്ങളില് ഏർപ്പെട്ടാല് ഇവർക്ക് കൂടുതല് പ്രയോജനം ലഭിക്കും. ഇവര് അഭിമാനികളും സ്വതന്ത്ര പ്രകൃതികളുമാണ്. അതുകൊണ്ട് എത്ര കാര്യസാധ്യത്തിനായാലും മറ്റുള്ളവരുടെ മുമ്പേ തലകുനിച്ചോ കൈനീട്ടിയോ നിൽക്കുകയില്ല. അതിരു കവിഞ്ഞ ആത്മാഭിമാനം പലപ്പോഴും അപകടത്തില് ചാടിക്കുകയും ചെയ്യും. പല രംഗങ്ങളിലും ഇവർക്ക് അമളികളും പറ്റിയിട്ടുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപകാര സ്മരണ കുറയും. ഗർവ് കൂടുതലാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ചെറിയ കാര്യങ്ങളില് പിണങ്ങി സന്ദർഭം വരുമ്പോള് തന്റെ പിടിപ്പുകേട് പുറത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യും. സ്ത്രീകളോട് ഇവർക്ക് ആകർഷണം കൂടുതലാണ്. ജാതകത്തിലെ ശുക്രന്റെയും ചന്ദ്രന്റെയും സ്ഥിതി നല്ലതെങ്കില് ഇവർക്ക് പരസ്ത്രീകളില് ആസക്തി കൂടുതലുണ്ടാകും. തിരുവാതിരക്കാരുടെ ഭാര്യമാര് ഇക്കാര്യം ശ്രദ്ധിച്ചു നിവൃത്തിയുള്ളിടത്തോളം ഭർത്താവിനെ പിണക്കാതെ പെരുമാറുന്നത് നന്ന്. ഇവരുടെ ഇംഗിതം അനുസരിച്ച് പെരുമാറാൻ അറിയാത്ത ഭാര്യമാര് രണ്ടുപേരുടെ ജീവിതത്തെയും നരകമാക്കുന്നു. അന്യസ്ത്രീകളോടുള്ള ഇവരുടെ പെരുമാറ്റം നിഷ്കളങ്കമാണെങ്കില് തന്നെയും മറ്റുള്ളവര് അതിനെ തെറ്റിദ്ധരിക്കും. ഉപജീവനത്തിനു വേണ്ടി ഇവർക്ക് നാടുവിട്ട അച്ഛനമ്മമാരില് നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. ഇവരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ സാമ്പത്തിക പ്രയോജനം ഉണ്ടാകാറില്ല. രക്തവാതം, വാതപ്രധാനമായ രോഗങ്ങള്, ലൈംഗിക രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, ത്വകരോഗങ്ങള്, ആസ്തമ, അരശസ് തുടങ്ങിയവ വളരെ ശല്യപ്പെടുത്തും. ഇവരുടെ രാശി ഉഭയരാശിയായതു കാരണം ഇവര് സാധാരണ 2 ലക്ഷ്യങ്ങൾക്കും ഫലത്തിനും വേണ്ടി ഒരേ സമയത്ത് പ്രവർത്തിക്കും. ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ് ഇവരുടെ സിദ്ധാന്തം. അതായത് ഒരു പ്രവർത്തനം കൊണ്ടു 2 തരത്തിലുള്ള പ്രയോജനം ഉണ്ടാക്കാന് ശ്രമിക്കും. ജാതകരീത്യാ ചിന്തിക്കുമ്പോൾ ജാതകത്തിലെ രാഹു, ബുധന് ഇവരുടെ സ്ഥിതി അനുസരിച്ച് നല്ല ഫലങ്ങളും അവര് ദുർബലരായാല് ദോഷഫലങ്ങളും ലഭിക്കാൻ ഇടയാകുന്നു.
ശുക്രനും ബുധനും, ബുധനും വ്യാഴനും, ശുക്രനും ശനിയും ഒരുമിച്ചു നിന്നാല് നല്ല ഫലങ്ങള് ലഭിക്കും. ശനി ഭാഗ്യവും അതിനു ഭംഗവും നൽകും. ബുധന് സൂര്യനുമായി ചിങ്ങത്തില് നിന്നാല് ജ്യേഷ്ഠ സഹോദരനുമായി പിണങ്ങും. ചന്ദ്രന്, ശുക്രന്, ചൊവ്വ ഇവരോട് യോജിച്ച് ബലവാനായി നിന്നാല് ഇവരുടെ ദശയില് നല്ല ധനലാഭമുണ്ടാകും. കുജന് രണ്ടില് നിന്നാല് കുജദശയില് ധനലാഭമുണ്ടാകും. രാഹു നല്ല ഗ്രഹവുമായി യോഗം ചെയ്യുകയോ ബലവാനായ ഗ്രഹത്തിന്റെ രാശിയില് നിൽക്കുകയോ ചെയ്താല് രാഹു ദശാപഹാരങ്ങള് നന്നായിരിക്കും. തിരുവാതിരക്കാരിക്ക് യൗവനം കഴിഞ്ഞാണ് അഭിവൃദ്ധിയുണ്ടാകാനിടയുള്ളത്. ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല. ജ്യോതിഷ ഗ്രന്ഥങ്ങളില് തിരുവാതിര നക്ഷത്രക്കാരെ സാമാന്യമായി വിലയിരുത്തിയിരിക്കുന്നത് ഇനി പറയും വിധമാണ്. 1. മാനസാഗരി. തിരുവാതിര നക്ഷത്രത്തില് ജനിച്ചവന് നന്ദികെട്ടവനും കോപിഷ്ഠനും എപ്പോഴും പാപാചാരവിചാരങ്ങള് തോന്നുന്നവനും ധനധാന്യാനുഭവം യഥേഷ്ടം ഇല്ലാത്തവനുമായിരിക്കുന്നു. 2. ഓരാസാരം. തിരുവാതിര നക്ഷത്രക്കാരന് ചാഞ്ചല ചിത്തനും നിർബന്ധഭാവത്തില് സംസാരിക്കുന്നവനും മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നവനും വീൺവാക്കു പറയുന്നവനും അഭിമാനിയും ദീർഘായുസ്സുമായിരിക്കും. 3. ബൃഹദ്ജാതകം. സ്ത്രീകളില് താത്പര്യമുള്ളവനും സുരതത്തില് സമർത്ഥനും ചുവന്ന കണ്ണുകളുള്ളവനും ശാസ്ത്രജ്ഞനും നല്ല ബുദ്ധിയുള്ളവനും ഹാസ്യത്തില് താത്പര്യമുള്ളവനും മറ്റുള്ളവരുടെ ഹൃദയഗതി അറിയുന്നവനും മനോഹരമായ ശരീരാവയവമുള്ളവനും മധുരമായി സംസാരിക്കുന്നവനും ഭക്ഷണത്തില് താത്പര്യമുള്ളവനും സംഗീതത്തില് തത്പരനും നപുംസകരുമായി ബന്ധപ്പെടുന്നതില് താത്പര്യമുള്ളവനും ഉയർന്ന മൂക്കുള്ളവനുമായിരിക്കും.